ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ ചോറും മുട്ടയും വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. കുഞ്ഞുങ്ങളെ നമുക്ക് ഇമ്പ്രസ് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അവരെപ്പോഴും പൊറോട്ടയൊക്കെ ചോദിച്ച് കരയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. കുഴക്കും പരത്തും ഒന്നും വേണ്ട, ഈസി ആയിട്ട് ലിക്വിഡ് രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഒരു ബൗള് ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏത് ചോറായാലും ശരി, തലേ ദിവസത്തെ ചോറോ അല്ലെങ്കിൽ അന്ന് വെച്ച ചോറോ ഏതായാലും ശരി കേട്ടോ. അപ്പോൾ അതേ ബൗളിൽ തന്നെ നമ്മൾ 2 ബൗള് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്തെടുക്കാം. നമ്മൾ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മൈദ തന്നെ ചേർത്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി കൊണ്ട് ടേസ്റ്റിയാണ്, പക്ഷെ കുട്ടികൾക്ക് മൈദയൊക്കെ വെച്ചിട്ടായിരിക്കാം ഇഷ്ടം. പക്ഷേ ഇതാ നമ്മൾ അതേ അളവിൽ തന്നെ 2 ബൗള് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് 2 ബൗള് വെള്ളം അതേ അളവിൽ തന്നെ എടുക്കുക. നമ്മൾ ചോറ് എടുത്ത ബൗളിലാണ് നമ്മൾ മൈദ എടുത്തിട്ടുള്ളത് 2 ബൗള്. അതേ 2 ബൗള് മൈദ എടുത്തിട്ടുള്ളതിന് അനുസരിച്ച് 2 ബൗള് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ ഇതിലേക്ക് ഒരു മുട്ട നമ്മൾ ചേർത്തെടുക്കുന്നുണ്ട്. ഒരു മുട്ട മതി. നമ്മൾ എത്ര കുറച്ചാണ് എടുക്കണമെങ്കിലും പൊടി എത്ര കൂടുതലാണ് എടുക്കുന്നത് വെച്ചാലും മുട്ട 1 മതി കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊരു വിസ്ക് വെച്ചിട്ട് തന്നെ കട്ടകളില്ലാണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ മുട്ടയും ചോറും ഒക്കെ ഒന്ന് ഇളകട്ടെ. അപ്പോൾ ഇതാ നമ്മൾ കട്ടകളില്ലാണ്ട് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. കട്ടകൾ നല്ല ഉടഞ്ഞ് കിട്ടണമെന്നൊന്നും ഇല്ല കേട്ടോ. നമ്മൾ എല്ലാ ഭാഗത്തൊക്കെ വെള്ളം ആവാൻ തരത്തിലൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് കുറച്ച് കൂടുതലല്ലേ എടുത്തിട്ടുള്ളത്, അപ്പോൾ അതുകൊണ്ട് 2 പാർട്ടായിട്ടാണ് കേട്ടോ നമ്മൾ അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളൊരു മിക്സിയുടെ ജാർ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പകുതി ഭാഗം നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കാം. നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചെടുക്കരുത്. നമ്മൾ എത്ര മൈദ എടുത്തോ അത്ര വെള്ളമാണ് കേട്ടോ ഒഴിച്ചെടുക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ചോറ് എത്ര എടുത്തോ അതിൻ്റെ ഇരട്ടിക്കാണ് കേട്ടോ മൈദ എടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മളിതൊരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇത്ര ലൂസിലാണ് കേട്ടോ പാടുള്ളൂ. കൂടുതൽ ലൂസായി പോയാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പ്രയാസമാവും. അതേപോലെ തിക്കാവി പോവാനും പാടില്ല കേട്ടോ. അപ്പോൾ അതാ 2ാമത്തെ പാട്ട് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചെടുക്കാം. നമ്മൾ ചോറ് ചേർത്തുകൊണ്ട് ആ ചോറ് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ 2ാമത്തെ പാട്ടും ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ, ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ തിക്കിരിക്കുന്നത്. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റാണ് വെള്ളത്തിൻ്റെ അളവ്. ഇനി നമ്മൾ ഇതുപോലൊരു കുപ്പി എടുക്കാം. നമ്മൾ ഏത് കുപ്പി വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് സോസിൻ്റെ കുപ്പിയാണ്. അപ്പോൾ ഈ മൂടി വേണ്ട, ഇത് നമുക്ക് ഒഴിവാക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് നിറച്ച് കൊടുക്കാം. വലിയ കുപ്പി ആകുമ്പോൾ നമുക്ക് 2 ഭാഗമായിട്ട് ഒഴിച്ചെടുത്താൽ മതി. ചെറുതാകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചെടുക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇത്തിരി വലിയ കുപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പുറത്ത് പോവാണ്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചെടുക്കുക. നാളുണ്ടെങ്കിൽ അതിലൂടെ ഒഴിച്ചെടുക്കുക. ഞാനിതാ ഇതുപോലെ ഒന്ന് ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഞാനിതിലൊരു 3/4 ഭാഗത്തോളം ആക്കുന്നുണ്ട്. അപ്പോൾ 2/4 ഭാഗത്തോളം ആക്കാനുള്ള മാവ് നമുക്ക് ഇതിലേക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ പകുതിയോളം ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ മൂടി വേണ്ട കേട്ടോ, ഇതിൻ്റെ മറ്റേ മൂടിയാണ് നമ്മൾ എടുക്കുന്നത്. അത് നമുക്ക് ഇതുപോലെ ഒന്ന് ഓട്ടയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ വെള്ളം കുപ്പിയാണെന്ന് വെച്ചാൽ അതിൻ്റെ മൂടി എടുത്തിട്ട് ഇതുപോലത്തെ മൂടി എടുത്തിട്ട് ഒരു പപ്പടക്കോല് വെച്ചിട്ട് ഒന്ന് ഹോൾസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ആണി എടുത്തിട്ടോ ചെയ്താൽ മതി കേട്ടോ. ഇതേപോലെ ചെറിയ ഹോൾസേ പാടുള്ളൂ, വലിയ ഹോൾസായി പോകരുത്. കണ്ടല്ലോ, ഇത്രയും വലിപ്പേ പാടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. ഓരോ തവണയും നമ്മൾ കുലുക്കി എടുക്കണം കേട്ടോ. പിന്നെ ഞാൻ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് എണ്ണയൊന്നും തടവി കൊടുക്കണില്ല. നിങ്ങൾക്ക് എണ്ണ തടവണമെന്നുണ്ടെങ്കിൽ എണ്ണ തടവി കൊടുക്കുക. കൂടുതൽ എണ്ണമെഴുക്കൊന്നും ഇല്ലാണ്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് എണ്ണമെഴുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുക്കുക. ഇതിനിങ്ങനെ ഒഴിച്ചെടുക്കുക കേട്ടോ. നമുക്ക് ഏത് ഇതിൽ വേണമെങ്കിലും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ. ഇത് എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. കുട്ടികൾക്കും ഇഷ്ടത്തോടെ കഴിക്കും കേട്ടോ. അവരെന്തായാലും പൊറോട്ട വേണമെന്ന് കരുതി അവർ കഴിച്ചോളൂ. പൊറോട്ടയുടെ അതേ ടേസ്റ്റിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിൻ്റെ മേലെ ഒന്ന് എണ്ണ തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് കുക്കായി വരുമ്പോൾ മറിച്ചിട്ടെടുക്കാം. കണ്ടല്ലോ, നല്ല സോഫ്റ്റാണ് കേട്ടോ. അതേപോലെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ചെറിയ കുട്ടികൾക്ക് പൊറോട്ട ചോദിച്ചിട്ട് എപ്പോഴും നമ്മൾ ബുദ്ധിമുട്ടിക്കാറുണ്ട്. അവർക്ക് പൊറോട്ട മതി ഭക്ഷണം കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട്
രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കുമ്പോൾ പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുക. അവർ എന്തായാലും പൊറോട്ടയാണെന്ന് കരുതി ഇഷ്ടത്തോടെ കഴിച്ചോളും. അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കും ചെയ്യാമല്ലോ. ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാ നമ്മൾ രണ്ടാമത്തത് ഇതുപോലെ ഒഴിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഹോൾസ് വലുതായി പോകരുത്, അപ്പോൾ വീതി കൂടി പോകും. അതേപോലെ തന്നെ നമ്മൾ കലക്കിയെടുക്കുമ്പോൾ കറക്റ്റ് വെള്ളം എടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഒരു മുട്ട ചേർത്തെടുക്കാനും മറക്കരുത്. അപ്പോഴാണ് നമുക്ക് അതേ ടേസ്റ്റിൽ കിട്ടുക. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. കൂടുതൽ കഴിച്ചു പോകും. നമ്മൾ പൊറോട്ട സാധാരണ കഴിക്കുമ്പോൾ നമുക്ക് ഏറിയ ഒരു 2 എണ്ണം വരെയൊക്കെ ഇരിക്കാൻ കഴിക്കുള്ളൂ. പക്ഷേ ഇത് നമ്മൾ എത്ര കഴിച്ചാലും നമുക്ക് മടുപ്പ് വരില്ല കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ ഇതാ അടുത്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കും ചെയ്യാം. അതേപോലെ കുട്ടികൾക്ക് രുചികരമായി കൊടുക്കും ചെയ്യാം കേട്ടോ. മുട്ടക്കറിയോ ചിക്കൻ കറിയോ ഏത് കറി ഇതിൻ്റെയോടൊപ്പം ചേരും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ് കേട്ടോ. എത്ര കഴിക്കാൻ വേണമെങ്കിലും കഴിക്കും കേട്ടോ. കുട്ടികൾക്കും ഇഷ്ടപ്പെടും, വലിയവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളുമായി നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.